നമസ്കാരം. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അടിയേറ്റ് വീണ ഇറാൻ കാര്യമായ പദ്ധതികളാണ് മെനയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ അംഗീകാരം നൽകിയതും ചില്ലറ കാര്യമായി കണക്കാക്കാൻ പറ്റില്ല. ജൂൺ 13 ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണവും പിന്നീട് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആഴ്ച ഇറാനിയൻ നിയമനിർമ്മാതാക്കൾ IAEAയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ആ നടപടിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് മൂർച്ച കൂട്ടാനും ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് J-10C യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കനത്ത വ്യോമ ആഘാതം ഇറാന് നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിവരുന്നത്. റഷ്യയുടെ Su-35 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഇറാൻ. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നത് എന്ന് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ റഷ്യൻ വിമാനത്തെക്കാൾ താങ്ങാനാകുന്നതും വില കുറഞ്ഞതുമായ ഒരു ബദലായി ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നുണ്ട്. ദി മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്. ഇറാനിയൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ചൈന സന്ദർശിച്ച സമയത്ത് ചർച്ചകൾ നടന്നതായിട്ടാണ് വിവരം. ചൈനീസ് നിർമ്മിത 4++ തലമുറ വരുന്ന J-10C ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തുന്നത്. നിലവിൽ പാക് സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിമാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് ഇറാൻ അധികൃതർ കരുതുന്നത്. നേരത്തെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ റഷ്യയുമായി കരാറുണ്ടാക്കിയെങ്കിലും അത് പിന്നീട് പാളിപ്പോവുകയായിരുന്നു. 2023 ഉണ്ടാക്കിയ കരാറ് പ്രകാരം 50 S-35 വിമാനങ്ങളായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വിമാനങ്ങൾ മാത്രമേ റഷ്യയ്ക്ക് ഇറാന് കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതേ തുടർന്ന് കരാർ റദ്ദാക്കിയതായാണ് വിവരം. ചൈനീസ് യുദ്ധ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇതാദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2015 150 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാറ് മുന്നോട്ട് പോയില്ല. വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചു. സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തത്. ഇറാനുമേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധവും ഈ ഇടപാടിന് തടസ്സമുണ്ടാക്കി. 2020 ഈ നിയന്ത്രണങ്ങൾ നീക്കുകയും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇടപാട് 36 വിമാനങ്ങളായി ചുരുങ്ങി. എന്നാൽ ചൈനയ്ക്കും ഇറാനും പണമിടപാടിൽ വീണ്ടും ധാരണയിലെത്താൻ കഴിഞ്ഞതുമില്ല. എന്നാൽ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ ജൂൺ 24 ഉപരോധ ഭീഷണിയില്ലാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ചൈനയ്ക്ക് അനുമതി നൽകിയതിന് ശേഷം സാഹചര്യം മാറിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യം ഇറാനിയൻ വ്യോമസേനയുടെ കൈവശം ഏകദേശം 150 യുദ്ധവിമാനങ്ങളുണ്ട് എന്നാണ് കണക്കുകൾ. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് രാജ്യത്തിന് ലഭിച്ച കാലഹരണപ്പെട്ട അമേരിക്കൻ നിർമ്മിത മോഡലുകളാണ് അവയിൽ അധികവും.